അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശോകമുഖമായിക്കൊണ്ടിരിക്കുന്ന അറയ്ക്കൽ തറവാട് വീട്. ഇന്നവിടെ ഉമ്മയോടെപ്പോഴും കൊഞ്ചിക്കൊഴിയുന്ന ഷമ്മാസില്ല. ഉമ്മയെ ചിരിപ്പിക്കുന്ന, ഉമ്മയെ ആശ്വസിപ്പിക്കുന്ന, ഉമ്മയ്ക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്ന തൻ്റെ പൊന്നുമോൻ ഷാമോൻ ഇന്നവിടെ ഇല്ല. അവൻ്റെ ആ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങിക്കേട്ടിട്ട് 2 ദിവസമായി. മൂഡ് ഓഫായിരിക്കുന്ന സമയത്ത് ഉമ്മയെ ആശ്വസിപ്പിക്കാനും ഉമ്മയെ ചിരിപ്പിക്കാനും ഉമ്മയെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കൊണ്ടുപോവാനും ഇന്ന് ആ പൊന്നുമോൻ ആ വീട്ടിലില്ല. ആ ഉമ്മയുടെ എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങിയിരിക്കുന്നു. പടച്ച റബ്ബേ, എൻ്റെ കുട്ടി, അല്ലാ, എന്തൊക്കെ തന്നെയായാലും എനിക്ക് എൻ്റെ കുട്ടിയെ ജീവനോടെ തരണം കേട്ടോ. പഠിച്ചോനെ, കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൂല. ഞാനുണ്ടാവുമ്പോൾ എൻ്റെ കുട്ടീനെ നീ കൊണ്ടുപോകാൻ പാടില്ല. എനിക്കതിഷ്ടമല്ല പഠിച്ചോനെ, ഒരിക്കലും. എൻ്റെ കുട്ടീൻ്റെ ആ ഒരു ചലനമില്ലാത്ത ശരീരം എൻ്റെ മുമ്പൊക്കെ പഠിച്ചവനെ നീ കാണിച്ചു തരരുത് കേട്ടോ. അതെനിക്കിഷ്ടമല്ല, എനിക്കത് സഹിക്കാൻ കഴിയൂല. എൻ്റെ പൊന്ന് മോനെ എവിടെയായിരുന്നാലും ജീവിച്ചിരുന്നാൽ മതി, അത് കേട്ടാൽ മതി. കാണാൻ എൻ്റെ കണ്ണുകൾ തുടിക്കുന്നു. പഠിച്ചവനെ, ഒന്നും സംഭവിക്കരുതേ, എൻ്റെ പൊന്നു മോനാണ്. അവനെ നീ സംരക്ഷിക്കുമെന്ന് എനിക്കറിയാം പഠിച്ചവനെ. നീ അവനെ സംരക്ഷിക്കും. കാരണം നിൻ്റെ പാതയിലാണ് അവൻ തുടരുന്നത്. ദീനിയായ കുട്ടിയാണ്. ഒരു തെറ്റും അതിക്രമങ്ങളും വേണ്ടാത്തരങ്ങളും ചെയ്യാത്ത സ്വാലിഹായ മോനാണ് എൻ്റെ ഷമ്മാസ് മോനെ. അതുകൊണ്ട് തന്നെ പഠിച്ചോനെ, എനിക്ക് ഉറപ്പുണ്ട് നിൻ്റെ അടുത്തവൻ സുരക്ഷിതനാണ്. എവിടെയോ എൻ്റെ കുട്ടിയുണ്ട്. എൻ്റെ കുട്ടി ഒരിക്കലും എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. പുലർച്ചെ 4 മണിയായാൽ നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന എൻ്റെ പൊന്നുമോൻ, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന എൻ്റെ പൊന്നുമോൻ, എനിക്കറിയാം പഠിച്ചോനെ, നീ അവനെ സംരക്ഷിക്കും. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പിച്ചും ഭയം പറയുന്നത്? മോളെ, ഇല്ലടേ, എൻ്റെ കുട്ടീനെ പഠിച്ചോൻ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. എൻ്റെ പഠിച്ചോനെ നമ്മളെ കുട്ടീനെ സംരക്ഷിക്കും, അതെനിക്കറിയാം. കാരണം അവൻ്റെ സ്വഭാവ രീതികളൊക്കെ അതല്ലേ. ഇവിടെ നാട്ടുകാരോട് മുഴുവൻ ചോദിച്ചോക്ക്, ആർക്കെങ്കിലും അവനെ ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്? ഇല്ല, എല്ലാവർക്കും എൻ്റെ കുട്ടി ഉപകാരം ചെയ്തിട്ടുള്ളൂ. സത്യമായിട്ടും അവന് പഠിച്ചവന് ഒന്നും ചെയ്യൂല, അതെനിക്കറിയാം. ഉമ്മ, ഷാമോന് തിരിച്ചു വന്നോളും. അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ മോളെ. എത്ര അന്വേഷിച്ചിട്ടും എന്താ? ഒരു പോലീസുമാർക്കും ആർക്കും കണ്ടെത്താനാവാത്തത് പടച്ച റബ്ബ് കണ്ടെത്തി തരുമല്ലോ. ആ ഒരു സമാധാനമുണ്ട് എനിക്ക്. പടച്ച റബ്ബും മുകളിലുണ്ടല്ലോ, എല്ലാം കാണുന്നവന്. എല്ലാം അവൻ കാണുന്നുണ്ട്. എൻ്റെ കുട്ടി എവിടെയാണെന്നും എൻ്റെ കുട്ടിയെ ആരെങ്കിലും അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നും, അതല്ല എൻ്റെ കുട്ടി ആരുടെയെങ്കിലും കെണിയിൽപ്പെട്ടതാണോ എന്നൊക്കെ പടച്ച റബ്ബിനറിയാം. അള്ളാഹു ഉണ്ടല്ലോ മുകളിൽ. നിന്നെയും എന്നെയും പഠിച്ച, എൻ്റെ പൊന്നു മോനെയും പഠിച്ച അള്ളാഹു ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്. എൻ്റെ മോനെ അപകടത്തിലൊന്നും പെടൂല, എനിക്കറിയാം. അത് പഠിച്ചവനക്ക് ഓനെ നല്ല ഇഷ്ടമായിരിക്കും. കാരണം പഠിച്ചവൻ പറഞ്ഞതിനപ്പുറം ഓൻ നടന്നിട്ടില്ല. എല്ലാം കൊണ്ടും അങ്ങനെ തന്നെ, ആദ്യമേ അങ്ങനെ തന്നെ, ഇപ്പോഴും. സത്യം പറഞ്ഞാൽ അവനുള്ള സമയം എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷത്തിൻ്റെ സമയമാണ്. ഞാൻ മുഖമായൊക്കെ നിൽക്കുന്ന സമയത്ത് ഉമ്മ എന്താ ഇങ്ങനെ മൂഡ് ഓഫായിട്ട്? വരി, നമുക്കൊന്ന് പുറത്ത് പോവാം. നിങ്ങളൊന്ന് ഡ്രസ്സ് മാറ്റുമ്മ, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് റിലാക്സ് ആയിട്ട് ഒന്ന് വരാം. അങ്ങനെ ആകുമ്പോൾ ഉമ്മയുടെ മൂഡ് ഓഫ് എല്ലാം പോകും. ഷമ്മാസിൻ്റെ ആ ശബ്ദം ഇങ്ങനെ ഉമ്മയുടെ ചെവിയിലിങ്ങനെ കേൾക്കുകയാണ്. അതിങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ഉമ്മ, എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ? എൻ്റെ ഉമ്മ ഹിജാബൊക്കെ ഇട്ടപ്പോഴേ സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. ഷമ്മാസിൻ്റെ ഓരോ വാക്കുകളും ഉമ്മ ഓർക്കുന്നു. പഠിച്ചോനെ, ഉപ്പ പോയതിനു ശേഷം എനിക്ക് ആശ്വാസമായി വന്നത് എൻ്റെ കുട്ടിയാണ്. എൻ്റെ കുട്ടി മലേഷ്യയിൽ നിന്ന് പഠനം കഴിഞ്ഞ് ജോലിയൊക്കെ ആയി തിരിച്ചു വന്നു, നാട്ടിൽ സെറ്റായി തുടങ്ങി. ഇനി അടുത്തത് സൗദി അറേബ്യയിലേക്ക് ഉമ്മയെയും കൂട്ടി പോകണം എന്നൊക്കെയായിരുന്നു പ്ലാനിങ്. എന്തൊക്കെയായിരുന്നു എൻ്റെ കുട്ടി പറഞ്ഞത്? പഠിച്ചോനെ, എല്ലാം നിൻ്റെ വഴി മാത്രമേ അവൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. എൻ്റെ കുട്ടി കാണാൻ പോകാൻ വിചാരിച്ച കുട്ടി അത് ഒരു ദീനിയായ കുട്ടിയാണ് എന്നുള്ള കാര്യം അതും എൻ്റെ മോനാണ് പറഞ്ഞത്. എൻ്റെ മോൻ എന്നോട് പറഞ്ഞിരുന്നു, ഉമ്മ, എനിക്ക് ഹിജാബൊക്കെ ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളെ മതിട്ടോ, അങ്ങനെയാണ് നല്ലത്. എൻ്റെ കുട്ടിയുടെ ഓരോ ആഗ്രഹങ്ങളും ദീനിയായ വഴിയിലൂടെയായിരുന്നു. പുലർച്ചെ എണീറ്റ്
പള്ളിയിലേക്ക് പോകും. അതെത്ര മഴയായാലും വേണ്ടിയില്ല. അവിടെ പോയി നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് എൻ്റെ കുട്ടി മടങ്ങി വരും. പാവങ്ങൾക്കൊക്കെ സ്വതക്ക നൽകും. അങ്ങനെയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് പടച്ച റബ്ബ് എൻ്റെ കുട്ടിയെ കാത്തുരക്ഷിക്കും എന്നുള്ളത്. ഉമ്മയുടെ അപ്പുറത്തായിട്ട് ജമീല താത്ത ഇരിപ്പുണ്ട്. അതെ താത്ത, നിങ്ങളിങ്ങനെ കരയല്ലേ, സങ്കടപ്പെടല്ലേ. ശരിയാണ്, നിങ്ങൾ ഷാമോനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നല്ലൊരു കുട്ടിയായിരുന്നത് അല്ലേ ജമീല? എനിക്ക് 3 ആൺമക്കളാണടി. എൻ്റെ എല്ലാ മക്കളെക്കാളും എന്താണെന്നറിയില്ല, ഓൻ അധികം ഒരു സ്നേഹം കാട്ടിക്കൂട്ടില്ലായിരുന്നു. പഠിച്ചവന് പെട്ടെന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടായിരിക്കുമോ അങ്ങനെയൊക്കെ ഒരു സ്നേഹം കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ടായത്? അല്ലെങ്കിലും നല്ലത് പഠിച്ചവൻ വേഗം കൊണ്ടുപോകുമെന്ന് പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ജമീല, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. എനിക്കും എൻ്റെ കുട്ടീൻ്റെ കൂടെ പോയാൽ മതി. അവരില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. താത്ത, നിങ്ങൾ ബേജാറാവില്ലേ? അങ്ങനെയൊന്നും പറയാനായിട്ടില്ലല്ലോ. 1-2 ദിവസം ഒന്ന് കാണാതായി എന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമ്മൾ മറ്റു പലതും ചിന്തിക്കാൻ നമ്മൾ തെളിവുകളൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാലല്ലേ നമുക്ക് ഇങ്ങനെ എന്തേ പറ്റിയിക്കണമെന്ന് പറയാം. ഒന്നും പറ്റിയിട്ടും ഉണ്ടാവില്ല, ഒന്നും സംഭവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ടെൻഷൻ ആവില്ലേ? അതൊക്കെ ഓൻ തിരിച്ചു വന്നോളും. നിങ്ങൾ വിഷമിക്കല്ലേ. നിങ്ങൾ മറ്റൊന്നും ചിന്തിച്ച് ആയി പ്രഷർ കൂട്ടി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെ താത്ത പഠിച്ചവനോട് ദ്വാരുന്നോളി, ദിക്റുകൾ ചൊല്ലിയിരുന്നോളി. എൻ്റെ കുട്ടിയെ പഠിച്ചവനെ ഒരു പോറലും ഏൽക്കാതെ തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞ് ദ്വാ ചെയ്തോളി. എന്നാൽ തന്നെ നമ്മളെ മോൻ തിരിച്ചു വരും. നല്ലൊരു സ്വഭാവമുള്ള കുട്ടിയല്ലേ, ഒരാളെയും ഒന്നും കൊണ്ടും പറയിപ്പിക്കലില്ലല്ലോ. എന്തോരൊരു സ്വഭാവമാണ് അതിന്. ഇനിയിപ്പോൾ ആര് തന്നെ കുടുങ്ങിയ നേരത്ത് ഓനവിടെ എത്തും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതാണ്ട് കയ്യിലുള്ള എന്താ വെച്ചാണ്ട് കൊടുക്കും. അതാണ് ഓനാൾ. എല്ലായിടത്തും അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു തെളിവും ഒന്നും കിട്ടുന്നില്ല. അതാണ് ഷമ്മാസിൻ്റെ മൊബൈൽ ഷോപ്പെല്ലാം ശോകമുഖമായി നിൽക്കുകയാണ്. അവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഞങ്ങളെ ബോസ് തിരിച്ചെത്താത്തതിൽ അവർക്കെല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. ബോസ് ഇല്ലാതെ എന്താടാ നമ്മളിവിടെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് എല്ലാവരും ചോദിക്കുമ്പോൾ ബോസിനെ വന്ന് ചോദിക്കണത് നമ്മൾ എന്ത് ഉത്തരം പറയും? എടാ, നമ്മളെ ബോസ് വേറൊരു ഷോപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി അട്ടപ്പാടിയിലേക്ക് പോയതല്ലേ. ഒറ്റയ്ക്ക് പോകണ്ടായിരുന്നു അല്ലേ? നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കൂടെ പോയാൽ മതിയായിരുന്നു. എടാ, നിനക്കറിയില്ലേ, നമ്മളെ ബോസിനെ ആരെയും ബുദ്ധിമുട്ടാക്കണം ഇഷ്ടമല്ല. ഒരാളെന്തേ സഹായം ചോദിച്ചാൽ അതവർക്ക് ഉള്ളതിനനുസരിച്ചാണ് കൊടുക്കും. അങ്ങനെ ശീലമായിട്ടുള്ളൂ. അവർ ഷോപ്പിലങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴതാ പെട്ടെന്ന് ഹുസൈനാജി അങ്ങോട്ട് കയറി വരുന്നു. അയാൾ ചോദിച്ചു, അല്ല ഇവിടുത്തെ മുതലാളി ഇപ്പോൾ എവിടെ? അതിലൊരുത്തൻ പറഞ്ഞു, നിങ്ങളെ കൂടെയല്ലേ അവർ പോയത്? ഞങ്ങൾ കൂടെ പോയി തിരിച്ചു വന്നും ചെയ്തല്ലോ. ഏകദേശം സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നതാണല്ലോ. അപ്പോൾ അവൻ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഓൻ എവിടെയാണ്? വീട്ടിലോ? അറിയാത്ത രീതിയിൽ അയാൾ ചോദിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോകാൻ പോയി. 2 വാഹനത്തിലാണ് പോയത്. അവൻ ഒറ്റയ്ക്കായിരുന്നു അവൻ്റെ കാറിൽ. ഞാനും പിന്നെ മജീദും ഒക്കെ മറ്റൊരു കാറിലും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവന് പിന്നെ അവൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ വന്നോട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നല്ല സ്പീഡിൽ അങ്ങനെ പോന്നു. ഓൻ പിന്നാലെയാണോ ഇനി മുന്നിലാണോ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇറങ്ങുമ്പോൾ മുന്നിൽ തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ വീട്ടിലേക്കല്ലേ, പഴക്കാനൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെ വഴിക്ക് പോന്നു. എവിടെ ഇപ്പോൾ? ഇനിയിപ്പോൾ അങ്ങോട്ട് ഒന്നുകൂടി പോയി നോക്കേണ്ടി വരുമോ? അവിടെ ആ ഭാഗങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും ഷമ്മാസ് എന്ന പേരുള്ള ഒരാളില്ല. പഠിച്ചോനെ, പിന്നെ ആ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? നല്ലൊരു കുട്ടിയായിരുന്നു. ഒറ്റയ്ക്ക് അങ്ങനെ അല്ലെങ്കിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഒപ്പം ഒരാളെ കൂട്ടണ്ടീനോ. ഞങ്ങളേതായാലും ഒരു വണ്ടിക്ക് ഉണ്ടേനോ. പിന്നെ ഇപ്പോൾ ഓനിപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നു. എന്താ പറ്റിയെന്ന് അവന് വേറെ എവിടെക്കെങ്കിലും പോയോ, വയ്യ പഴിച്ചോ? അങ്ങനെയൊന്നും ഉണ്ടാവും ചാൻസ് ഇല്ല. അത്ര ബുദ്ധിയില്ലാത്ത ചെക്കനൊന്നല്ലല്ലോ. ഹുസൈനാജി നേരെ നുസൈബയുടെ വീട്ടിലേക്കാണ് ഇനി തിരിക്കുന്നത്. സന്തോഷങ്ങൾ കെട്ടടങ്ങിയ ആ വീട്ടിലേക്ക് ഹുസൈനാജി തൻ്റെ കാറ് തിരിക്കുന്നു. വീടിൻ്റെ മുറ്റത്തിനടുത്തായിട്ട് അവിടെ പാർക്ക് ചെയ്തു. ഹുസൈനാജി വണ്ടിയിൽ നിന്നിറങ്ങി. സിറ്റൗട്ടിൽ ദുഃഖിതനായി ഇരിക്കുന്നു ഉപ്പ.
ലത്തീഫേ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഉപ്പയുടെ മുഖം വല്ലാതെ അങ്ങ് വാടിയിട്ടുണ്ട്. ഇരിക്കേ. അല്ല ലത്തീഫേ, എന്തൊക്കെ ഇപ്പോൾ പറയണ കേട്ടല്ലോ നാട്ടുകാർ. എന്ത് സംഭവിച്ചത്? അറിയില്ല. നമ്മളെ വിധി ഇങ്ങനെയൊക്കെയാണ്, കൂട്ടിയാൽ മതി. ഒന്നാമത്തെ ഏതായാലും അങ്ങനായി. ഇപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചെക്കനെ കണ്ടപ്പോൾ അതൊന്ന് നല്ലതാന്ന് വിചാരിച്ച് നോക്കിയതായിരുന്നു. ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. അതേ, കള്ളുടിച്ച് കണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും, അതിലങ്ങോട്ട് കുത്തി മറിഞ്ഞ് വീണിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ചെക്കന്മാരല്ലേ, വിശ്വസിക്കാൻ പറ്റൂലേ. ആചാര്യ, ഓൻ അത്രക്കാരനൊന്നല്ല, നല്ല സ്വാലിഹായ മോനാണ്. ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ സ്വാലിഹൊക്കെ ആയിരിക്കും, ഉള്ളിലുള്ളേക്കാരൻ ഇങ്ങനത്തെ കള്ളത്തരൊക്കെ. ഒറ്റക്ക് പോവുമല്ലേ, എന്തും കാട്ടാലോ. നിങ്ങളെന്തിനാ വിഷമിക്കണേ? നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലത്തീഫേ, നമ്മളുണ്ടല്ലോ നിങ്ങൾ കൂടെ. നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട. നിങ്ങളെ മോള് ഒരിക്കലും അനാഥ ആയിട്ടുമില്ല. ഇതാ നമ്മളുണ്ട് അവളെ സംരക്ഷിക്കാൻ. ആചാര്യേ, മക്കൾക്ക് മനസ്സിലങ്ങോട്ട് ഇഷ്ടപ്പെട്ട കുട്ടികളാകുമ്പോൾ അവരുടെ ജീവിതം സന്തോഷമായിരിക്കുമല്ലോ. അല്ലാതെ നമ്മളങ്ങ് നിർബന്ധിച്ച് പിടിച്ച് കെട്ടിയിട്ട് അവർക്ക് സമാധാനം സന്തോഷമല്ലേ ജീവിതത്തിൽ വേണ്ടിയത്. പൊന്നാൻ്റെ ലത്തീഫേ, അതൊരു താൽക്കാലിക നിമിഷത്തിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കല്യാണക്കായെന്ന് വിചാരിക്കുമ്പോൾ നൈസായിട്ടാണ് മുങ്ങുക. അത് പലരെയും സ്വഭാവമാണ്. ആ കൂട്ടത്തിൽപ്പെട്ടാണ് ഇവനെ നിങ്ങൾ കൂട്ടിക്കോളി. വിവാഹ തട്ടിപ്പ് വീരൻ പിടിയിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, പലയിടത്തും കുറേ പെണ്ണെ കെട്ടി നടക്കും. പിന്നെ വേറെ ഏതെങ്കിലും കാണാൻ കുറച്ച് കോലുള്ള പെൺകുട്ടികളെ കണ്ടാൽ ഓല പിന്നാലെയും പോവും. പിന്നെ പറയും ഓൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയും ആ കാണാനില്ല, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയി, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. പിന്നെയാണ് കള്ളിയൊക്കെ പുറത്താവേ. കുറേ സ്ഥലത്ത് കുറേ പെണ്ണും കെട്ടി നടക്കുകയായിരിക്കും. അങ്ങനത്തോലെ ഈ കല്യാണം കഴിഞ്ഞാൽ ആ ടൈമൊക്കെ ആവുമ്പോൾ നൈസായിട്ടാണ് മുങ്ങും, പെൺകുട്ടികളെ വലയിലാക്കുകയും ചെയ്യും. അങ്ങനെ ടീമുണ്ടേ, ഒക്കെ നമ്മൾ കരുതണം. പിന്നെ ലത്തീഫെ, എന്നോട് എനിക്ക് പറയാനുള്ളത്, ഓന് പോവേ വേറെ പെണ്ണിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞമ്മക്ക് അയിമലൊന്നൊരു കുഴപ്പമില്ല. എൻ്റെ മോന് വന്നാൽ ഇപ്പോൾ നിക്കാഹ് നടത്തിക്കൂടെ. പിന്നെ നിങ്ങൾ ആ കഥയൊക്കെ കേട്ടപ്പോൾ ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കുക, കാരണം ഇനിയിപ്പോൾ കുട്ടികളെ ഇഷ്ടം പോലെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനത്തെ കുട്ടികളെ കൊണ്ട് കെട്ടിച്ചാൽ നന്നായിട്ടോ ലത്തീഫ, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിക്കോളി. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പം കുട്ടിനായിട്ട് മുങ്ങിയിട്ടുണ്ടാവും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിക്കും. അങ്ങനെയൊക്കെ എത്ര ചരിത്രങ്ങളും കഥകളൊക്കെ ഉണ്ട്, നമ്മൾ ഒന്ന് കണ്ടറിയണ്ടേ. നമ്മളെപ്പോഴും കണ്ടറിവുള്ള മനുഷ്യന്മാർക്ക് കെട്ടിച്ച് കൊടുക്കാൻ പാടുള്ളത്. ഇതിപ്പോൾ എവിടുന്നേ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കണ്ടു എന്ന് വിചാരിച്ച് ഓലെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കാതെ നമ്മൾ അതിനാണ്ട് ഒരുങ്ങരുത്. ഒക്കെ അന്വേഷിക്കണമല്ലോ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നതാണ്. എന്നിട്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ കാട്ടിയത്. ഏതായാലും നന്നായത്. കല്യാണം കഴിഞ്ഞിക്കണമെങ്കിലിപ്പോൾ ഇനിയിപ്പോൾ 2 കെട്ടും കഴിഞ്ഞ് 3-ാം കെട്ടുകാരി എന്നുള്ളൊരു പേരും കൂടി അവൾക്ക് വരുന്നു. കഴിച്ചില്ലായിന്ന് കൂട്ടിക്കോ. പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത മാസം തന്നെ എൻ്റെ മോനെ ഇങ്ങോട്ട് വരുത്തിയിട്ട് നമുക്ക് നിക്കാഹാണ്ട് കഴിച്ചാൽ. ജോളോട് പറഞ്ഞോ, ഒരിക്കലും വിഷമിക്കണ്ട, വിഷമിക്കേ വേണ്ട, അനക്കുള്ള ജീവിതം ഇതാ നമ്മളെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞോണ്ടി. കുട്ടീനെ വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ. എന്ത് സഹായം വേണമെങ്കിലും അത് ഞാനുണ്ട് എത്തിച്ചു തരും. കുട്ടിക്കൊന്നും പറ്റരുത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾക്ക് ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വണ്ടി ഏൽപ്പിച്ച് തരാം. വേറെ എൻ്റെ കാറിൽ കയറണം എന്നല്ല ഞാൻ പറയണത്, ഒരു വണ്ടി സ്ഥിരമായിട്ട് ഓളെ വന്ന് കൊണ്ടുപോകും, അവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കും, പോരെ. പിന്നെ എന്താ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയത്? നമുക്ക് നമ്മളെ കുട്ടീനെ നഷ്ടപ്പെടാൻ പാടില്ല, കുട്ടീനെ നമ്മളെ വീട്ടിൽ കണ്ട് എത്തിക്കണം, അതേ എൻ്റെ മനസ്സിലുള്ളൂ. ഹാജിര് പറയുന്നതെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ അങ്ങ് പുറത്ത് വിടുകയാണ് ഉപ്പ. ഉപ്പാക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അത്രക്കും നല്ല അവൻ ആ ഒരു ചെക്കൻ എവിടെ പോയി എന്നതിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടാനായിട്ട്. ഹുസൈനാജി വീട്ടിലേക്ക് എത്തിയത് നുസൈബ അറിഞ്ഞിരിക്കുന്നു. അവൾ ക്ലാസ്സിന് പോയിട്ടില്ലായിരുന്നു. അവളുടെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ് അയാളുടെ ശബ്ദം കേട്ടപ്പോൾ. ലത്തീഫേ, ചെക്കന് മുങ്ങി തന്നെയാണ്. ഇപ്പോൾ നിശ്ചയവും നിക്കാഹൊക്കെ ആവൂലേ? അപ്പം ഇനിയിപ്പോൾ ഓൻ്റെ കളി പറ്റൂരല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓൻ നൈസായാണ് മുങ്ങി, നിങ്ങൾ കൂട്ടിയാൽ മതി, വേറെ ഒന്നും വിചാരിക്കണ്ട. അത് നുസൈബ ശരിക്കും കേട്ടു. പഠിച്ച റബ്ബേ, ഇയാൾ പിന്നെയും വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണോ? ഇയാളെന്താ ഇത്രയ്ക്കും കണ്ണുചോരയില്ലാതെ? ഹേയ്, എൻ്റെ ഷമ്മാസ് ഒരിക്കലും അങ്ങനെ മുങ്ങില്ല. അവൻ അത്തരക്കാരനല്ല, ഇയാളെ പോലെ ചതിയനല്ല. സ്വന്തം ഭാര്യയെ വരെ ചതിക്കുന്നയാളാണ് ഇയാൾ. ഷമ്മാസ് നിഷ്കളങ്കനായ ഒരാളാണ്.
ഒരാളോടും മനസ്സിൽ അസൂയയും കിബറും ദേഷ്യമൊന്നുമില്ലാതെ നല്ല മനസ്സിനുടമയാണ് എൻ്റെ ഷമ്മാസ്. അതെനിക്ക് അറിയാം. ഒരിക്കലും അവൻ ചതിയനല്ല, ഇയാളാണ് ചതിയന്. നുസൈബക്ക് പുറത്തിറങ്ങി ഹുസൈനാജിയുടെ മുഖത്ത് നോക്കി 4 തെറി പറയാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, എന്തിനെ? ഇനിയിപ്പോൾ അതിൻ്റെ കുറവ് കൂടെ അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കുകയാണ്. പഠിച്ചോനെ, എൻ്റെ ഷമ്മാസ് എവിടെയാണെങ്കിലും നീ കാണിച്ചു തരണം റഹ്മാനെ. ഇപ്പോൾ തന്നെ ഒരിക്കലും നിക്കാഹ് വേണമെന്നോ കല്യാണം വേണമെന്നോ ഒന്നും എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ഷമ്മാസ് ജീവനോടെ ഉണ്ടെന്ന് കേട്ടാൽ മാത്രം മതി. നുസൈബയുടെ എക്സാം ആണെങ്കിൽ അടുത്തടുത്ത് വന്നിരിക്കുകയാണ്. പഠിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച തൻ്റെ ഷമ്മാസിനെ കാണാനില്ലാത്ത ആ ഒരവസ്ഥയിൽ എങ്ങനെ പഠിക്കാൻ? വേണ്ട. എൻട്രൻസിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഷമ്മാസിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് നുസൈബ. പഠിച്ചോനെ, ഒന്നും പറ്റരുത്, ജീവനോടെ എവിടെന്നെങ്കിലും കണ്ടു കിട്ടണേ. ഇതിനിടയ്ക്ക് ഹുസൈനാജി പറയുന്നുണ്ട്, എന്നാൽ അടുത്ത മാസം തന്നെ എൻ്റെ മോനങ്ങോട്ട് എത്തൂട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ നിക്കാഹ് കഴിക്കാം. ഇനിയിപ്പോൾ വേറെ ഒന്നിനും നിൽക്കണ്ട, മുട്ടായി എടുക്കലും അതിന് ഇതിനൊന്നും നിൽക്കണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഓനക്കും ഇഷ്ടപ്പെട്ട പോലെ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് നിക്കാഹ് കഴിക്കണം. ഇനിയതാ സമയം ഇല്ല, ഓനെ ഞാൻ പെട്ടെന്ന് വരുത്തുകയാണ്. ഹാജിയരെ, നിങ്ങൾ പറയുന്നതിൽ എന്താ ഞാൻ നിങ്ങളോട് മറുപടി പറയാം? ആ പെണ്ണ് ആ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നിക്കാഹ് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സുകൂടി ഒന്ന് ചോദിക്കണ്ടേ? എൻ്റെ മോളല്ല അവള്, ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് അങ്ങനെ പിടിച്ച് കെട്ടിക്കാൻ എനിക്ക് പറ്റുമോ? ലത്തീഫേ, ഇപ്പോഴും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ മോളെ നോക്കി നടന്ന് ഓൻ ഏതോ വൈക്ക് പോയിക്കണ്, അത് നീ നോക്കണ്ട. അങ്ങനെ തന്നെയാണ്, നൈസായിട്ട് മുങ്ങിയെന്ന് പറഞ്ഞാൽ മതി. ഹാജിയരെ, നിങ്ങളിങ്ങനെ ചങ്കിൽ കുത്തുന്ന വാക്കൊന്നും പറയല്ലേ. ആ മോൻ എവിടെയോ മിസ്സിങ്ങിലാണ്, അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. എന്താ ലത്തീഫ എൻ്റെ കഥ? ഓന് ഞാൻ പറഞ്ഞില്ലേ, ഓൻ കൽപ്പിച്ചൂട്ടി കാട്ടണിനിപ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ടെന്താ? ഹാജിയരെ, നിക്കാഹും കല്യാണമൊന്നും ഇപ്പം വേണ്ട, നിങ്ങൾ തൽക്കാലം പോയിക്കോളി, ഞാൻ ഇപ്പം ഇതിനെക്കുറിച്ച് ചിന്തിക്കണില്ല, ഉപ്പ നിർബന്ധിച്ച് പറഞ്ഞു. അത് കേട്ട് അയാൾക്ക് ശരിക്കും ദേഷ്യം പിടിച്ച പോലെ. ലത്തീഫെ ആലോചിച്ച് പറഞ്ഞോട്ടോ, എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും, പിന്നെ ഞങ്ങളെ വിളിച്ചാൽ കിട്ടൂല. എൻ്റെ മോൻ്റെ കല്യാണം ഇവളല്ലെങ്കിൽ മറ്റൊരുത്തിനേറ്റ് വേഗം ഉറപ്പിക്കണം. ഇങ്ങനത്തെ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടൂല. മോൻ അടുത്ത മാസം തന്നെ വരുത്തിയിട്ട് വേഗം നിക്കാഹ് ഉറപ്പിക്കുക, അതാണ് പ്ലാനിങ്. ഇതിലൊരു തടസ്സം നിന്നിട്ടുണ്ടെങ്കിലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ. പിന്നെ ഒരു കാര്യത്തിന് ഹുസൈനാജി തിരിഞ്ഞു നോക്കൂല. ഉപ്പ പറഞ്ഞു, തൽക്കാലം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണില്ല. ഇപ്പോൾ എൻ്റെ മോളുടെ മനസ്സൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് ടെൻഷൻ എന്തെങ്കിലും ആയി പോകൂലേ? കണ്ണി കണ്ട ആണുങ്ങളെ മനസ്സിൽ വെച്ച് നിന്നാൽ അങ്ങനെ തന്നെ ഉണ്ടാകുക. നല്ല മട്ടത്തിന് നിക്കാഹും നിശ്ചയം നടത്താമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കൂല. അവിടെയും ഇവിടെ പോയി നടക്കുന്ന ചെക്കന്മാരങ്ങനെ പ്രേമിക്കണേ കുഴപ്പമില്ല, അതിന് നിങ്ങൾക്ക് എതിരില്ല അല്ലേ? ആചാര്യ, നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് മാന്യമായി സംസാരിക്കണം. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മോൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് ഓല്. ആവശ്യപ്പെട്ടിട്ടിപ്പോൾ എന്തായി? ഓനോൻ്റെ എത്തേണ്ടടുത്തെത്തി, ഓളവിടെ ബാക്കിയായും ചെയ്തു. അതന്നെ പറഞ്ഞത്. അങ്ങനെ എവിടുന്നേയും കണ്ട ചെക്കന്മാരൊക്കെ കയറി പ്രേമിച്ചിട്ടേ പിന്നെ ഇങ്ങനെ മുങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല, ഓല് എപ്പോഴും മുങ്ങും. ഹാജിയരെ, ഈ രീതിയിലുള്ള സംസാരത്തിനാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അത്രയ്ക്ക് മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെ അനാവശ്യം പറയാമെന്ന് വെച്ചാൽ എന്തനാവശ്യം ഞാൻ പറഞ്ഞത്? ഞാനിപ്പോഴത്തെ ചെക്കന്മാരൊരു അവസ്ഥയെ പറഞ്ഞത്. എൻ്റെ മോളെ ഭാവി വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്, അല്ലാതെ എൻ്റെ മോളെ ഭാവി അല്ലേ കേടുക. അതെങ്ങാനിപ്പോൾ ഓൻ്റെ കൂടെ പറഞ്ഞയച്ചിക്കണമെങ്കിലോ എൻ്റെ പെണ്ണിനെ പൊടി കാണുമെന്നോ? എന്തായാലും അടുത്ത മാസം ആകട്ടെ, ഇനിയിപ്പോൾ നീട്ടിരുന്നില്ല. ഹുസൈനാജി ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നുസൈബയുടെ ഉമ്മ അതാ അങ്ങോട്ട് വരുന്നു. അല്ല, അയാൾ എന്താ വന്ന് പറഞ്ഞത്? അയാൾ അയാളെ മോൻ അടുത്ത മാസം വന്നിട്ട് നിക്കാഹൊക്കെ പെട്ടെന്ന് കഴിക്കണം, ഇവ മുങ്ങിയതാണ്, മോളെ പറ്റിച്ചതാണ്, അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരു മനുഷ്യത്തില്ലാത്തൊരു സാധനം. ഒരു മനുഷ്യനെങ്ങനെ കാണാതയക്കണേ, കിട്ടിയിട്ടില്ല, എല്ലാവരും അതിൻ്റെ അന്വേഷണത്തിനും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഇയാൾ കല്യാണക്കാരായിട്ട് നടക്കുക. തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിനെ കണ്ടു കിട്ടുവാനും അവൻ തിരിച്ചു വരുവാനും നുസൈബ അതാ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷമ്മാസിന് വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയിലാണ്.
കാരണം ഷമ്മാസിൻ്റെ സ്വഭാവ മഹിമയും അവൻ്റെ പെരുമാറ്റവും അത്രക്കും നല്ലതായതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും പറ്റിയാൽ വലിയൊരു നഷ്ടം തന്നെയാണ് ആ നാടിന് സംഭവിക്കുന്നത്. സ്ഥിരമായി പള്ളിയിലെല്ലാം എത്തുന്ന ഷമ്മാസ് അതെ ഉസ്താദിനോട് പലരും ചോദിക്കും എന്നായിരുന്നു അവന് ലാസ്റ്റായിട്ട് വന്നത്. അന്ന് സുബഹി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഒരു കല്യാണത്തിൻ്റെ ആലോചനയുമായി ബന്ധപ്പെട്ട് നാളെ മിഠായി കൊടുക്കാൻ പോകുന്നൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ അതിനുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടാണ് അവൻ പോകുമ്പോൾ എൻ്റെ പള്ളിയിൽ നിന്ന് പറഞ്ഞു എന്നോട്, ഉസ്താദേ കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ, നമുക്ക് ഉച്ചന് ശേഷം തന്നെ പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടതാണ്. പിന്നെ ഒരു വിവരമില്ല. പെണ്ണിന് വീട്ടുകാർ വിളിച്ചിട്ട് ഞാൻ അവരെ വീട് വരെ പോയി നോക്കി, ഫോണിലേക്ക് അടിച്ചിട്ട് കിട്ടണില്ല. എവിടെയാണാവോ? പഠിച്ചവൻ്റെ കണ്ണിലുണ്ടാവുമല്ലോ ഇപ്പോൾ ഷമ്മാസ് എവിടെയാണെന്നുള്ളത്. എന്താ പറ്റിയത്? അതോ വേറെ വല്ല സ്ഥലത്തേക്കും പോയിട്ടുണ്ടോ? ഒന്നും അറിയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് കിട്ടിയെങ്കിലേ അതിനനുസരിച്ച് അന്വേഷിക്കാനും പറ്റുള്ളൂ. ഇതൊന്നുമില്ല. ബിസിനസ് കാര്യത്തിന് വേണ്ടി അവർ 2-3 ആളുകൾ ഇവിടുന്ന് പോയതാണത്രേ. ഷമ്മാസ് ഒറ്റക്കായിരുന്നു ഇത്ര വണ്ടിയിൽ. ഇവർ തിരിച്ച് വേഗം വീട്ടിലെത്തിയെന്നും പറഞ്ഞു. അവൻ എന്ത് സംഭവിച്ചത്? അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നോ പിന്നിലുണ്ടാവുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ, ഓനെ ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് എത്തിക്കിട്ടട്ടെ. ഉസ്താദിൻ്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. എല്ലാവരും അവൻക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. പഠിച്ചോനെ ഷമ്മാസിനൊന്നും സംഭവിക്കരുത്. ഷമ്മാസിനെ ഓർത്ത് തളർന്നുറങ്ങിയ ഉമ്മ പാതി മയക്കത്തിൽ തൻ്റെ മടിയിൽ തൻ്റെ പൊന്നുമോൻ കിടക്കുന്നതായിട്ട് ഉമ്മാക്ക് തോന്നാണ്. ഉമ്മ അവൻ്റെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ടിരിക്കുന്നു. സാധാരണയായി വീട്ടിൽ ഉള്ളപ്പോഴൊക്കെ ഉമ്മ അവിടെ കാലും നീട്ടിയിരിക്കുമ്പോൾ മടിയിൽ തല വെച്ച് ഒന്ന് കിടക്കും ഉമ്മാൻ്റെ മടിയിൽ. എന്നിട്ട് ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടും. ഉമ്മാൻ്റെ മടിത്തട്ട് എന്ന് പറഞ്ഞൊക്കെ ഉമ്മയെ അത്രക്കും സന്തോഷിപ്പിക്കും. പഠിച്ചോനെ എൻ്റെ കുട്ടിനെ നീ സംരക്ഷിക്കണം പഠിച്ചോനെ. ഉമ്മ അള്ളാഹുവിനോട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷമ്മാസ് എവിടെയാണ്, ഏതാണ്, എന്താണ് അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല. പലരും പറഞ്ഞു അത് നാട് വിട്ടതായിരിക്കും, അല്ലാതെ ഇവിടേക്ക് ആണെങ്കിൽ കാണൂലേ, അതെങ്ങോട്ടോ അവൻ നാട് വിട്ടു പോയിട്ടുണ്ട്. ഒരു പക്ഷേ സർപ്രൈസായിട്ട് തിരിച്ചു വരാനായിരിക്കും. പക്ഷേ അപ്പോഴെല്ലാം ഉമ്മ പറയുന്നത്, ഹേയ് എൻ്റെ കുട്ടി അങ്ങനെ സർപ്രൈസ് ഒന്നും ചെയ്യൂല, എൻ്റെ കുട്ടി എന്നോട് പറയാതെ ഒരു വഴിക്ക് ഇറങ്ങൂല, പിന്നെ ഓനെങ്ങനെ എന്തെങ്ങനെ വിഷമിപ്പിക്കും. അപ്പോഴതാ നവാസിൻ്റെ കുട്ടി വന്ന് ഉമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്നു. ഉമ്മമ്മ, ആപ്പാപ്പ എവിടെ ഉമ്മമ്മ? ആപ്പാപ്പ എന്താ വരാത്തത്? ആപ്പാപ്പ എനിക്കെന്താ മിഠായി കൊണ്ടുവരാത്തത്? ആപ്പാപ്പാനെ കാണുന്നില്ലല്ലോ, എവിടേക്ക് ആപ്പാപ്പ എന്നോട് പറയാതെ പോയത്? അത് കേട്ട് ഷമ്മാസിൻ്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞു. ആ പൊന്നുമോളെ നെഞ്ചോട് ചേർത്തു. മോളെ ആപ്പാപ്പ വരും, നമ്മൾ ആപ്പാപ്പ തിരിച്ചു വരും കേട്ടോ. ഉമ്മാൻ്റെ കുട്ടി ഉമ്മാൻ്റെ കുഞ്ഞു കൈകൊണ്ട് ഒന്ന് ദുആ ചെയ്താണ് പഠിച്ചവനോട്. ആ കുഞ്ഞു പെണ്ണ് അള്ളാഹുവിനോടതാ ആ കുഞ്ഞു കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുന്നു. പഠിച്ചവനെ എൻ്റെ ആപ്പാപ്പനെ നീ വേഗം ഇങ്ങോട്ട് കൊണ്ടുപോവാ, എനിക്ക് ആപ്പാപ്പയെ കാണണം. അവൾക്ക് അവളുടെ ഉപ്പച്ചിയോടല്ല കൂടുതൽ സ്നേഹം, ആപ്പാപ്പയോടാണ്. കാരണം അവൻ്റെ സ്വഭാവവും പെരുമാറ്റ രീതിയും അതൊക്കെ അങ്ങനെയാണ്. ആ കുഞ്ഞു കൈകൾ കൊണ്ട് ദുആ ചെയ്യുന്നത് കണ്ട് അവിടെ ചുറ്റുമുള്ളവരെല്ലാം കരഞ്ഞു പോയി. പഠിച്ചോനെ 2 ദിവസം കഴിഞ്ഞിട്ടോ, ഇനിയും എൻ്റെ കുട്ടിയെ നീ കാണിച്ചു തരാഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോകട്ടോ പഠിച്ചോനെ. എന്തിനാ പഠിച്ചോനെ എനിക്കിവിടെ ഇനിയൊരു ജീവിതം? ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണ്? എൻ്റെ കുട്ടിയില്ലാത്ത ജീവിതം, ഹേയ് ഈ ദുനിയാവ് എന്തിനാ പിന്നെ? എനിക്ക് വേണ്ട, എനിക്കും ആഖിറം മതി, അതാണ് നല്ലത്. ഈ ദുനിയാവിൽ ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണ്? ഓൻ്റെ ഉപ്പ എന്നിട്ട് പോയി, ഇപ്പം എൻ്റെ കുട്ടിയും പോവാണ്, ഞാൻ ആർക്ക് വേണ്ടി, എന്തിന്? ഉമ്മയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ആ ഉമ്മയുടെ കണ്ണുനീർ അള്ളാഹു കാണുമോ? അള്ളാഹു അത് കേൾക്കുമോ? ആ ഉമ്മയുടെ പ്രാർത്ഥന? ഉമ്മമാർ കരഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു അതിന് ഉത്തരം നൽകും എന്നാണല്ലോ. അത്രക്കും ആ ഉമ്മ കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് കേണ് ദുആ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ പഠിച്ചവന് കേൾക്കാതിരിക്കാൻ പറ്റും? ഉമ്മ വിചാരിക്കാണ്, പഠിച്ചവനെ ഒരിക്കലേ മൂസാ നബിനോട് പറഞ്ഞിരുന്നല്ലോ, ഉമ്മ നഷ്ടപ്പെട്ടപ്പോൾ
അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, ഇനി നീ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനി നിന്റെ ഉമ്മയുടെ കൈകളില്ല. അതെ, ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി ഉമ്മമാർ എന്തൊക്കെ തന്നെ ദുആ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കുമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഉമ്മ ഏത് സമയവും തൻ്റെ ഷാമോന് വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിക്കാതിരിക്കില്ല. അത്രക്കും ഹൃദയം പൊട്ടിക്കൊണ്ടാണ് ഉമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഫോണിലേക്ക് ഓരോ ഫോൺ കോളുകൾ വരുമ്പോഴും ഉമ്മയുടെ കൈകാലുകൾ തളരും. പഠിച്ചോനെ, എന്ത് ന്യൂസായിരിക്കും, എന്ത് വാർത്തയായിരിക്കും കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നറിയുമ്പോൾ വീണ്ടും പഠിച്ചവനോട് പ്രതീക്ഷയോടെ ദുആ ചെയ്യും. അള്ളാഹുവേ, കേൾക്കാൻ പറ്റാത്ത വാർത്തകളൊന്നും കേൾക്കരുതേ എന്ന് എല്ലാവരും ആശ്വസിക്കും. എൻ്റെ പൊന്നുമോനെ ഷമ്മാസേ, എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും ഒന്നിങ്ങോട്ട് വന്നാണേ. എനിക്ക് ഉമ്മാക്ക് നിങ്ങളൊന്ന് കാണണേ. എനിക്ക് നിങ്ങളെ കാണാൻ കൊതിയായിട്ട് വയ്യ. എൻ്റെ കുട്ടി എവിടെ പോയി കിടക്കണ്? ഉമ്മാനെ കാണണ്ടേ എനിക്ക്? ഈ ഉമ്മാനെ ഒരു ദിവസം പോലും കാണാതെ നിൽക്കൂലല്ലോ. എൻ്റെ പൊന്നു മോനെ എവിടെ പോയി നിൽക്കുകയാണ്? ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോര്. എവിടെയാണെങ്കിലും ഉമ്മാൻ്റെ കുട്ടിക്ക് അതിനുള്ള കഴിവ് പഠിച്ചോൻ തരുവേ, ഉറപ്പാണ്. ഉമ്മ അത്രക്ക് ദുആ ചെയ്തിക്കണേ. എനിക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ കുട്ടി എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളത്. ഉമ്മാൻ്റെ കുട്ടി പോന്നാളി. പഠിച്ചോനെ, എൻ്റെ കുട്ടി എവിടെ മറിഞ്ഞു കിടക്കണത്? എവിടെ അകപ്പെട്ടിക്കണത്? എന്തെങ്കിലും അപകടത്തിൽ പറ്റിയോ? അല്ലെങ്കിൽ ആരും എന്തെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ എൻ്റെ കുട്ടി എവിടേക്ക് നാട് വിട്ടു പോയോ? ഹേയ്, അങ്ങനെ എൻ്റെ കുട്ടി ചെയ്യൂല. ഒന്നും എൻ്റെ കുട്ടി തെറ്റായ രീതിയിൽ ചെയ്യൂല. എൻ്റെ കുട്ടിയൊക്കെ നല്ല രീതിയിലേ ചെയ്യുള്ളൂ. ഇനി ആരെങ്കിലും എൻ്റെ കുട്ടീനെ ചതിയിലെങ്ങാനും പെടുത്തിയോ, അപകടത്തിൽ പെടുത്തിയോ, അതൊന്നും അറിയുന്നില്ലല്ലോ. ഉമ്മ ഖുർആനെടുത്ത് ഓതിക്കൊണ്ട് കരയുകയാണ്. പഠിച്ചോനെ, നിൻ്റെ പരിശുദ്ധമായ കിതാബാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ഓതുന്നത്. പഠിച്ചോനെ, ഈ ഖുർആൻ്റെ ഹക്ക ജാ ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ, എൻ്റെ കുട്ടീനെ നീ വേഗം ഒന്ന് തിരിച്ചു കൊണ്ടോ. എനിക്ക് ഓനല്ലാതെ അവിടെ നിൽക്കാൻ വയ്യട്ടോ. അതിനിടയ്ക്ക് അവിടെ ഉമ്മയെ കാണാൻ വന്ന എല്ലാവരും പറയുന്നത് കേട്ടു. അല്ലെങ്കിലും ഓനക്ക് അധികം ഒരു ഇതാണല്ലേ എല്ലാവരെക്കാളും. അല്ലെങ്കിലും ചിലവർ പറഞ്ഞേക്കാം ഈ ഒരു പ്രായത്തിൽ തന്നെ നല്ല രീതിയിലൊക്കെ സ്വഭാവം കാട്ടിക്കൂട്ടലും ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ആയുസ് ഉണ്ടാവില്ലാന്ന്. ഉമ്മയുടെ മുമ്പിൽ വെച്ച് ഒരു താത്ത അത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. പഠിച്ചോനെ, എൻ്റെ കുട്ടീനെ കൊണ്ടാണല്ലോ പറയുന്നത്. ഹേയ്, എൻ്റെ കുട്ടി. അത് കേട്ട് സാജിദ് പറഞ്ഞു, ഉമ്മ, അത് എല്ലാവരും പറയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അത് ഷാമോ തിരിച്ചു വരുമായിരിക്കും. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവൻ തിരിച്ചു വരുന്ന്. അവനക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. കരഞ്ഞ് കരഞ്ഞ് ഉമ്മ അതാ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ഉമ്മ അതാ ഷാമോൻ്റെ ആ ഒരു മുഖം സ്വപ്നം കാണുന്നു. ഉമ്മ എന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ട്. എവിടെയോ എൻ്റെ കുഞ്ഞ് അകപ്പെട്ട് കിടക്കുകയാണ്. അവനെ കൈ പിടിച്ച് രക്ഷിക്കാൻ ഉമ്മക്ക് കഴിയുന്നില്ല. പക്ഷേ ഷാമോൻ്റെ ശബ്ദം എവിടുന്നോ കേൾക്കുന്നുണ്ട്. ഉമ്മ എന്നാണ് വിളിക്കുന്നത്. ഒരു ദയനീയമായ നിരങ്ങുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. പഠിച്ചോനെ, ഉമ്മാൻ്റെ കുട്ടിയെ രക്ഷിക്കാം, ഇമ്മതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അതാ ഉമ്മ ശരിക്കും ആ ഷമ്മാസിനെ കൈ പിടിച്ച് കൊണ്ടുവരികയാണ്. ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഉമ്മ, ഒന്നും പറ്റിയിട്ടില്ല ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മയതാ അവൻ കെട്ടിപ്പിടിക്കുന്നു. ഷമ്മാസിൻ്റെ ഉമ്മ ഞെട്ടി ഉണർന്നു. മോനെ, പഠിച്ചോനെ, അത് സ്വപ്നമായിരുന്നോ? എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞത് ഉമ്മ ഞാനെവിടെ എവിടെയോ ഉണ്ട് എന്നാണല്ലോ. ഇല്ല, എൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ കുട്ടി എവിടെയോ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. ആരോ അവർ അപകടത്തിൽ പെടുത്തിയതാണ്. അവിടെ നിന്ന് അവനക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പഠിച്ചോനെ, നീ എനിക്ക് സ്വപ്നം കാണിച്ചു തന്നതാണോ? അല്ലാ, എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും വേഗം എൻ്റെ കൺമുമ്പിലേക്ക് കൊണ്ടുതരണം അല്ലാഹുവേ. ഉമ്മയുടെ മനസ്സിന് ഒരു ഉറപ്പ് വരുന്നു. ഇല്ല, എൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ കുട്ടി എവിടെയോ ഉണ്ട്, അവൻ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ മതിയാവൂ. എൻ്റെ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ എന്തോ ആണ് എനിക്ക് പഠിച്ചോൻ സ്വപ്നം കാണിച്ചു തന്നിട്ടുണ്ട്. എന്നെ ദയനീയമായി എൻ്റെ കുട്ടി വിളിക്കുന്നത്. അത് കേട്ട് അവിടെ ചുറ്റും കൂടിയവരെല്ലാം ശരിക്കും അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ,
താത്താക്ക് സുഖമില്ലാതേക്കണോ? എന്തൊക്കെയാണ് ഈ പിച്ചും പറയണത്? അല്ല, എൻ്റെ മോനെ, എൻ്റെ ഷാമോനുണ്ട്. ഒന്നും അവന് പറ്റിയിട്ടില്ല. ഓരെന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. എൻ്റെ കുട്ടി ജീവനോടെ ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഫൈസലെ, നവാസെ, വണ്ടി എടുക്ക്, നമുക്ക് പോയോക്കാം. നമ്മളെ കുട്ടി ഓനെ ആർക്കും തിരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് തിരയാലോ. പോയിട്ട് ഞാൻ തിരഞ്ഞോളാം. ബേരി. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? പോലീസ് എല്ലാവരും തിരഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഓൻ നാട് വിട്ടതാണോ? അങ്ങനെയൊക്കെ സംശയമുണ്ട്. ഹേയ്, എന്നോട് പറയാതെ എൻ്റെ കുട്ടി നാട് വിടേ? ഹേയ്, അങ്ങനത്തെ സ്വഭാവക്കാരനൊന്നല്ല ഓന്. എൻ്റെ ഒരു വാക്കും ഓൻ തെറ്റിച്ചിട്ടില്ല. ഉമ്മയുടെ ആ വാക്കുകൾക്ക് ഫലം കാണുമോ? ഷമ്മാസിനെ ഉമ്മാക്ക് തിരിച്ചു കിട്ടുമോ? ഉമ്മയുടെ കാലടിപ്പാടിലാണ് സ്വർഗം. ഉമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാവും എന്നത് ഉറപ്പാണ് എന്നതിൻ്റെയൊക്കെ റിസൾട്ട് എന്താവും? ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാത്തിരുന്ന് കാണാം. എന്തായാലും ഷമ്മാസിന് ഒന്നും പറ്റാതെ ഉമ്മയുടെ അടുക്കൽ എത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.